ശ്രീ അജിത് കുമാർ, ഈ ബജറ്റിന്റെ ഒരു പൊതുസമീപനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ നമ്മൾ കേരളത്തിന്റെ ആംഗിളിലാണ് പല കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചുകൊണ്ട് ചർച്ച ചെയ്തത്. കാരണം അത് വളരെ പ്രധാനമായ ഒരു രാഷ്ട്രീയ ചർച്ച കൂടിയായ സാഹചര്യത്തിലാണ്. എങ്ങനെയാണ് ഈ ബജറ്റിന്റെ ഒരു പൊതുസമീപനത്തെ അങ്ങ് കാണുന്നത്? തീർച്ചയായിട്ടും ബജറ്റ് ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാത്തത് ആദ്യമായിട്ടാണ്, അത് സംശയമില്ല. കാരണം 2024 ബജറ്റ് ആന്ധ്ര ബീഹാർ ബജറ്റായിരുന്നു. അത് ആ സമയത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സർക്കാർ തന്നെ നിലനിൽക്കില്ലായിരുന്നു. കാരണം ആന്ധ്രയും ബീഹാറിൻ്റെയും സപ്പോർട്ടോടെയാണ് ഈ ഗവൺമെൻറ് തന്നെ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും മാറിയിരുന്നാൽ നരേന്ദ്രമോദിക്ക് നാഷണൽ ഹൈവേയിലൂടെ നടക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വന്നു തുടങ്ങി, ഇത് ഒരു വല്ലാണ്ട് സ്റ്റേറ്റ് വൈസ് ബജറ്റ്സായിട്ട് മാറും എന്നായിരിക്കാം. അടുത്ത വർഷം തന്നെ ഉണ്ടായി. ഡൽഹി സംസ്ഥാനത്തിന് ഒരു ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായി, പിന്നെ ബീഹാറിന് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് എന്ന് രണ്ടാമത്തെ ബജറ്റിന് വല്ലാണ്ട്. കാരണം അവിടെ രണ്ടിടത്ത് തിരഞ്ഞെടുപ്പുണ്ടായി. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും വിചാരിച്ചു ഇത്തവണത്തെ ബജറ്റും ഈ 4 സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഊന്നലുണ്ട്. കാരണം ആസാമിനും ഇലക്ഷൻ നടന്ന ആസാമിനൊരു വാക്ക് പോലും അദ്ദേഹം ഈ ബജറ്റിൽ അവർ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. തമിഴ്നാടും കേരളവും എന്താ പറയുക പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആസാമിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ബംഗാളും പറഞ്ഞു, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളും. അപ്പം ശരിക്കും ഒരു 4 സംസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രമേ ഇവർ പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ ബജറ്റ് സൂക്ഷ്മമായിട്ട് കേട്ടിരുമ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ വേറെ പല കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് സംശയമില്ല. കാരണം ഇതൊരു മാക്രോ എക്കണോമിക് സെൻസിലാണ് ഞാൻ കൂടുതൽ കാണുന്നത്. 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം എല്ലാവരും എക്സ്പേർട്സ് ഉള്ളപ്പോൾ ഈ ODOP, 1 പ്രോഡക്റ്റ് 1 ഡിസ്ട്രിക്റ്റ് 1 പ്രോഡക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പ്രകാരം GI പ്രകാരം ഓരോ ജില്ല, കോഴിക്കോടൻ ഹൽവ, പാലക്കാടൻ മട്ട, ആറന്മുള കണ്ണാടി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ജില്ലകളുടെയും സ്ഥലങ്ങളുടെയും പേര് വെച്ച് നമുക്കിവിടെ പ്രോഡക്ട്സ് ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ 1 ഡിസ്ട്രിക്റ്റ് 1 പ്രോഡക്റ്റ് എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ 200 ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 200 ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന വ്യവസായം. കാരണം എൻ്റെ റിസർച്ച് ചെറുതായിട്ട് ആ ലെഗസി ഇൻഡസ്ട്രിയൽ ഭാഗത്തായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ലെഗസി ക്ലസ്റ്റേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമായ കേരളത്തെ മുഴുവനായിട്ട് അവഗണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. പിന്നെ മൂന്നാമത്തൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാരനായി എനിക്ക് പ്രത്യേകിച്ചും പഴയ കൊച്ചിൻ കോർപ്പറേഷനുള്ള മേയർസ് അനിൽകുമാർ എന്നും പറയുന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് മുനിസിപ്പൽ ബോണ്ട്സ് റേസ് ചെയ്തിട്ട് വരുമാനം ഓഗ്മെൻറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അതിലേക്ക് ഇറങ്ങാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് ലിമിറ്റ് 200 കോടി മാത്രമായിരുന്നുള്ളൂ, വേറെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പുതിയ ബജറ്റിൽ മുനിസിപ്പൽ ബോണ്ട്സ് ഇറക്കുന്ന സിറ്റീസിന് 1000 കോടി രൂപ വരെ ബോണ്ട് ഇറക്കാൻ പറ്റുകയും ചെയ്യും. അതിന് 100 കോടിയുടെ എന്താ പറയുക ഇൻസെൻറ്റീവും കേന്ദ്ര സർക്കാർ തരും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയെ പോലെയുള്ള കോർപ്പറേഷൻസിന് അതൊരു ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് കാരണം വരുമാനം കൂടുതലുള്ള കോർപ്പറേഷൻസാണ്. അപ്പോൾ അവർക്ക് ഇത് പണം തിരിച്ചടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ 20 വാട്ടർ വേസ്, അതാ മറ്റേ അദ്ദേഹം പറയുകയും ചെയ്തു. വാട്ടർ വേസിൽ നമ്മൾ കേരളമാണ് നമ്മുടെ ഈ മെട്രോ വേ, കേരളമാണ് ആദ്യത്തെ മെട്രോ വേ ഇൻ ഇന്ത്യ. അപ്പോൾ എന്തായാലും നമുക്കൊരു വാട്ടർ വേ കിട്ടില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അണ്ടർ റേറ്റ് ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പല വിധത്തിലും കേരളത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങളുണ്ടെന്നാണ് ഒരു മാക്രോ എക്കണോമിക് സെൻസ് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്. പക്ഷേ പല കാര്യങ്ങളും ഇതിൽ ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് 2-3 കാര്യങ്ങൾക്ക് എനിക്ക് വിഷമമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ VBG റാംജി എന്ന പ്രോഗ്രാം വന്നിട്ട് അതെന്താണ് അതിൻ്റെ അലൊക്കേഷൻ, അതിനെക്കുറിച്ച് ഒന്നും അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നുള്ള പോലും ഉണ്ടായില്ല. കാരണം കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനം ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നു. കേരള ബജറ്റിൽ 1000 കോടി രൂപ അതിനുവേണ്ടി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് VBG റാംജിക്ക് എന്താണ് കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഒരു പ്ലസ് പോയിന്റ് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 12.2 lakh crores വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നത് കൂടുതലും എന്താ പറയുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്
സർക്കാർ റെഡിയാണ്. കാരണം കഴിഞ്ഞ വർഷം അത് 11.2 ലാക്ക് ക്രോഴ്സ് ആയിരുന്നു, അതിപ്പോൾ 12.2 ലാക്ക് ക്രോഴ്സിലേക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരു വികസിത ചുറ്റുപാട് കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ വിഷമം തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു വൻ പദ്ധതി കേരളത്തിൽ നാം പ്രതീക്ഷിച്ചു. ഇപ്പോൾ ചെറിയ ചെറിയ പദ്ധതികളുകൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ ശ്രീ ആദികേശവൻ വളരെ കറക്റ്റ് ചെയ്ത പോലെ 16th ഫിനാൻസ് കമ്മീഷൻ ശരിക്ക് 6 കണ്ടീഷൻസാണ് കൊടുത്തത്. ഈ 6 കണ്ടീഷൻസ് കൃത്യതയോടെ നമുക്ക് 6ൽ 4 നമുക്ക് കൃത്യതയോടെ കൊടുക്കാൻ പറ്റി. വരുമാന അസമത്വം, ജനസംഖ്യാ വിസ്തീർണം, വനവും പരിസ്ഥിതിയും, ജനസംഖ്യാ പ്രകടനം, നികുതി ധനകാര്യ ശ്രമങ്ങൾ, ഈ 6 ക്രൈറ്റീരിയ വെച്ചാണ് ഇത്തവണ ധനകാര്യ കമ്മീഷൻ ഇത് തീരുമാനിച്ചത്. ഈ 6 ക്രൈറ്റീരിയയിൽ 4 ക്രൈറ്റീരിയയിൽ കേരളം നല്ല മുൻപന്തിയിലാണ്. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയൽ മുൻപന്തിയിലായതുകൊണ്ടാണ് നമുക്കൊരു കോൺഫിഡൻസ്, നമുക്കൊരു 2.78 അല്ലെങ്കിൽ 2.79% കിട്ടുമെന്ന്. പക്ഷേ എന്നാലും 2.382 കിട്ടിയതിന് പ്രധാനപ്പെട്ട കാരണം ചെറുതായിട്ട് വിസ്തീർണം കേരളത്തിന് വളരെ കുറവും ജനസംഖ്യയിൽ കുറവാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സാധാരണ നാഷണൽ ആവറേജിനേക്കാളും കൂടുതൽ ജനസംഖ്യ കൂടുമ്പോഴാണ്, നാഷണൽ ആവറേജ് 0.89% ആണ്, അതിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുക. പക്ഷേ കേരളത്തിൻ്റെ ജനസംഖ്യ വളർച്ച 0.4%. അപ്പോൾ ഈ 2 പോയിന്റ്സ് കാരണമാണ് നമ്മുടെ ഈ തോത് കുറഞ്ഞത്. പക്ഷെ എന്നാലും തീർച്ചയായിട്ടും ഏകദേശം 35,000 കോടി കിട്ടുന്നത് അതെനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് 1,82,000 crores എന്നൊക്കെ എക്സ്പെൻഡിച്ചർ കാണിച്ചപ്പോൾ ഞങ്ങൾ എത്ര തപ്പി നോക്കിയിട്ടും എവിടെ നിന്നാണ് ഒരു 34,000 കോടി അദ്ദേഹത്തിന് വരുമാനം കിട്ടാൻ പോകുന്നത് കേരള ബഡ്ജറ്റിന്റെ കംപ്ലീറ്റ് അക്കൗണ്ട് നോക്കിയിട്ടും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ നേരത്തെ അറിയാമായിരുന്നു കേന്ദ്രത്തിൽ കൂടുതൽ വിഹിതം ലഭിക്കുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പുറത്തൊരു ബഡ്ജറ്റ് വരില്ലല്ലോ അല്ലേ? എന്റെ ഉറപ്പുണ്ടായിരുന്നിരിക്കാം. ഒരിക്കലും വരില്ലായിരുന്നു. കാരണം 1,82,000 crores എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു 34,000 കോടി എവിടെ നിന്ന് വന്നു? കാരണം 1,48,000 കോടി വരെയുള്ള വരുമാന സ്രോതസ് അദ്ദേഹം കാണിച്ചു. പക്ഷേ അതിൽ 34,000 കോടി കൂടുതൽ എവിടുന്ന് റവന്യൂ വന്നു എന്നുള്ള ഒരു ആശയം ധനകാര്യ വിദ്യാർത്ഥികളായി എനിക്കുണ്ടായിരുന്നു. എന്താണ് എവിടെ നിന്ന് കിട്ടി? ഇപ്പോൾ 34,000 കോടി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ ഈ 2.382 കൃത്യമാണ്. ശ്രീ ആദികേശവന് കറക്റ്റായിട്ട് എമൗണ്ട് പറഞ്ഞു, 35,600 കോടി. ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 35,600 കോടിയാണ്.